ഗൈസ്, എന്തുകൊണ്ടാണ് എല്ലാവരും നമ്മളോട് ഈ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം, 5 മണിക്ക് എഴുന്നേൽക്കണം, 6 മണിക്ക് എഴുന്നേൽക്കണം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് തിങ്ക് ചെയ്തിട്ടുണ്ടോ? ഈ രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സോ മിക്ക പേരും ഇതൊന്നും തിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല. സോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അതുപോലെ ഈ വീഡിയോക്ക് ഞാൻ വെറും 400 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് രൂപേണ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി രാവിലെ എഴുന്നേൽക്കണം? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് തിങ്ക് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സോ മിക്ക പേരും ഇതൊന്നും തിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല. മിക്ക ആൾക്കാരും ഈ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് 4 മണിക്ക് എഴുന്നേൽക്കും, അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കും, അല്ലെങ്കിൽ 6 മണിക്ക് എഴുന്നേൽക്കും. സോ ഈ രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ? സോ മിക്ക പേരും തിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ മിക്ക പേരും ഇതിനെക്കുറിച്ചൊന്നും തിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല. സോ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് അത് നേടിയെടുക്കണം. നിങ്ങൾക്ക് മാത്രമേ അത് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. സോ അതിന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ അത് നിങ്ങൾ ഈ അതിരാവിലെ എഴുന്നേറ്റ് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളുടെ നാട്ടുകാരോ നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളെ കൂടെ കാണത്തില്ല. നിങ്ങൾ തന്നെ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം. നിങ്ങൾ ആ വർക്ക് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം ഈ രാവിലെ എഴുന്നേൽക്കേണ്ടത്. നിങ്ങൾ രാവിലെ ചുമ്മാ കയറി ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് തരുമെന്ന് നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടോ? സോ നിങ്ങൾ അങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും മണ്ടനാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടേതായ ലക്ഷ്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ചുമ്മാ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നു, വരുന്നു, പിന്നെ നിങ്ങൾ കുറച്ചു നേരം TV കാണുന്നു, ഫോൺ യൂസ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ നേരെ ജോലിക്ക് പോകുന്നു. സോ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫ് മുൻപോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുക. നാളത്തേക്ക് മാറ്റാതെ ഇന്ന് തന്നെ തീരുമാനിക്കുക. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം. നിങ്ങൾക്കൊരു നല്ല നിലയിൽ എത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആകണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. അല്ലാതെ നിങ്ങളുടെ നാട്ടുകാരോ നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആര് വിചാരിച്ചാലും നിങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾ തന്നെ വിചാരിക്കണം. അതിരാവിലെ നിങ്ങൾ ഇതുപോലെ അലാരം വെച്ച് എണീക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടേതായ ലക്ഷ്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്ത് നിങ്ങൾ എഴുന്നേൽക്കണം. നിങ്ങൾ നിങ്ങളുടേതായ ലക്ഷ്യം അച്ചീവ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അല്ലാതെ ചുമ്മാ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ചസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ രാവിലെ തന്നെ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടേതായ ലക്ഷ്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യാൻ പറയുന്നതിന്റെ മെയിൻ കാരണം രാവിലെ എന്ന് പറയുമ്പോൾ ഭയങ്കര സൈലന്റ് വേൾഡ് ആണ്. എന്ന് വെച്ചാൽ ഭയങ്കര സൈലൻസ് ആണ്. സോ നിങ്ങൾ ഒരു കാര്യത്തിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ മൊത്തത്തിൽ അതിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യും. വേറെ കാര്യത്തിലോട്ട് ഡിസ്ട്രാക്ഷൻ ആവത്തില്ല. സോ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ നിങ്ങളുടേതായ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളുടേതായ ലക്ഷ്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അതിലോട്ട് ഫോക്കസ് ആവത്തില്ല. നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. സോ നിങ്ങൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടേതായ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് ഈ രാവിലെ എഴുന്നേറ്റ് അവരുടേതായ ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ മടിയായിരിക്കും. ഈ മടിയന്മാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണം. അല്ലാതെ നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ നാട്ടുകാരോ ആരും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ അച്ചീവ് ചെയ്യണം. നിങ്ങൾ അത് അച്ചീവ് ചെയ്യാതിരുന്നാൽ ലോകത്ത് ഒരു വില പോലും നിങ്ങൾക്ക് കാണില്ല. ഒരു പട്ടിയുടെ വില പോലും നിങ്ങൾക്ക് തരത്തില്ല. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പൈസ വേണം. പൈസ വേണമെങ്കിൽ നമുക്കൊരു ലക്ഷ്യം കണ്ടെത്തണം. നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യണം. നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിപ്പെട്ട് സക്സസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് ബഹുമാനം കിട്ടുള്ളൂ, അല്ലെങ്കിൽ റെസ്പെക്ട് കിട്ടുള്ളൂ. സോ നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടേതായ വർക്കിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വില വേണം, എന്തെങ്കിലും റെസ്പെക്ട് വേണം. നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വിലയോ റെസ്പെക്റ്റോ വേണമെങ്കിൽ നമ്മൾ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കണം. നമ്മൾ തന്നെ അതിനുവേണ്ടി കഷ്ടപ്പെടണം. ഈ ലോകത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ നിങ്ങൾ ഈ അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടേതായ ലക്ഷ്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ ചിലർ പറയുന്ന ഒരു നുണയാണ്, എനിക്ക് ഈ ലക്ഷ്യങ്ങളില്ല, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ പോയാൽ മതി. സോ ഇങ്ങനെയൊക്കെ പറയുന്ന ചില കള്ളന്മാരുണ്ട് അല്ലേ? സോ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നിങ്ങൾക്കൊരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ 4 മണിക്ക് എഴുന്നേറ്റ് യൂസ് ചെയ്യുക. കാരണം അല്ലാതെ നിങ്ങൾക്കൊരു ആഗ്രഹവുമില്ല, നിങ്ങൾക്ക് ഒരു ലക്ഷ്യവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ ആഗ്രഹത്തിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളെ കളിയാക്കാനും നിങ്ങളെ കുറ്റപ്പെടുത്താനും നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നോക്കുന്ന കുറെ പേര് ഈ ലോകത്ത് കാണും. കാരണം നമ്മുടെ ലോകത്തിൽ 70% ആളുകളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവരാണ്. സോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളുടേതായ ഒരു എയിം ഉണ്ടല്ലോ, നമ്മളുടേതായ ഒരു ടാർഗറ്റ് ഉണ്ടല്ലോ, അതിലോട്ട് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് കിട്ടുള്ളൂ. അല്ലാതെ വേറെ ആരും നിങ്ങൾക്ക് സക്സസ് കൊണ്ടുതരാനായിട്ട് സാധിക്കത്തില്ല. സോ ഇനിയെങ്കിലും നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടേതായ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.